ഹലോ ഗായ്സ്, വെൽക്കം ടു യങ് ഷെഫ് ലൈഫ്. ഇന്നൊരു മധുരമായാലോ? ഞാനിന്ന് ഫ്രൂട്ട് കസ്റ്റർഡാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ കസ്റ്റർഡ് പൗഡർ എടുത്ത് ഒരു ബൗളിലിട്ട് അതിന് ശേഷം അതിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യുന്നില്ല, അത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 1/2 ലിറ്റർ പാലിൽ വലിയ ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് കലക്കി മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് മിക്സ് നമുക്കിതിലിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കാം. ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു സമയമാകുമ്പോൾ കുറച്ചുകൂടി മിൽക്ക് മെയ്ഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണുള്ളത് അതൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ എല്ലാത്തരം ഫ്രൂട്ട്സൊന്നുമില്ല, പെട്ടെന്ന് കിട്ടിയ കുറച്ച് പോംഗ്രനേറ്റും ഗ്രേപ്സും ആപ്പിളും മാംഗോയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ കസ്റ്റാർഡ് ചെയ്യുന്നത്. അപ്പോൾ പാലെല്ലാം തിളച്ച് കഴിഞ്ഞതിന് ശേഷം തീയെല്ലാം ഓഫ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് തണുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പോംഗ്രനേറ്റ് ഇട്ട് കൊടുത്തു, പിന്നെ നമുക്ക് ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. ഗ്രേപ്സ് ഒക്കെ വലുതാണെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും. നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കടിക്കാൻ കിട്ടും. നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സോ വേറെ എന്തെങ്കിലും ടൂട്ടി ഫ്രൂട്ടി ഫ്ലേവേഴ്സ് ഒക്കെ ഉള്ളവർക്ക് അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളതെല്ലാം വെച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു മണിക്കൂറെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 30 മുതൽ 1 മണിക്കൂർ വരെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തണുത്ത് കിട്ടും. അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടം ലൈക്ക് ആൻഡ് ഷെയർ.